ഒരു തട്ടിക്കൂട്ട് വഴുതനങ്ങക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിടുക. പിഴുപുളിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിലിട്ട് അതൊന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ചട്ടി ചൂടായി നല്ലതായിട്ട് ചൂടായി വരിക. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടെ കുറച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിനും, ഇതിപ്പം ഇവിടെ ആയതുകൊണ്ടാണ് ഇത്രയും അത് തണുപ്പായിട്ടാണ് നല്ല കട്ടിയായിട്ടിരിക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സവാള ആഡ് ചെയ്യാം. ഒരു 3 സവാള, ചെറിയ സവാളയാണ് ഞാനിത് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. സവാള ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പം നമ്മളിത് സവാള ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുന്നു. അതായത് സവാള ആഡ് ചെയ്ത് ഒന്ന് എണ്ണയുമായിട്ടൊന്ന് മിക്സായി വരുന്ന ഒരു ടൈമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുകൂട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോഴത്തേക്കിനും ഇത് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവാളയിൽ ഉപ്പ് നന്നായിട്ട് പിടിച്ച് അതൊരു കുറച്ച് നേരം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നു. 2 ഈക്വൽ എമൗണ്ടായിട്ട് ആഡ് ചെയ്താൽ മതി. ഏകദേശം ചെറിയ സ്പൂൺ, അതായത് ടീസ്പൂണിൽ നമ്മൾ 1/2 സ്പൂൺ അല്ലെങ്കിൽ നമ്മുടെ മുളകിൻ്റെ ഒരു എരി അനുസരിച്ച് വേണം നമ്മൾ ആഡ് ചെയ്യാൻ കേട്ടോ. ഞാനിവിടെ സാധാ മുളകാണ്, കാശ്മീരി മുളകല്ല, എരിയുള്ള മുളക് തന്നെയാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ വഴുതനങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ വഴുതനങ്ങ ഞങ്ങൾ ഇവിടുന്ന് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ നാടൻ വഴുതനങ്ങ തന്നെയാണ്. ഇത് വഴുതനങ്ങ കണ്ടപ്പോൾ ഒരു കൊതിയായിട്ട് ഞാനൊന്ന് വഴറ്റി എടുക്കാൻ. വഴുതനങ്ങ വഴറ്റിയ കറികളൊരു പ്രത്യേക ടേസ്റ്റാണ്. വഴുതനങ്ങ ഇഷ്ടമുള്ളവരും ഉണ്ടായിരിക്കും, ഇഷ്ടമില്ലാത്തവരും കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വഴുതനങ്ങ ആഡ് ചെയ്തു. അതിലേക്ക് കുറച്ചും കൂടി ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഓൾറെഡി ഉള്ളി വഴഞ്ഞു വരുന്ന സമയത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തായിരുന്നു. അതിനുശേഷം നമ്മൾ വഴുതനങ്ങ ആഡ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. വയറിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാന്ന്. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയൊന്ന് വരുന്ന ഇത് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു മൂടി വെച്ച് അടയ്ക്കുക. നന്നായിട്ടൊന്ന് വരട്ടെ. നമ്മുടെ വഴുതനങ്ങക്കറി റെഡിയായി.